1995 ജയറാമിന്റെ സിനിമകൾ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ കിട്ടിയ ഒരു വർഷമാണ്. ആ ഒരു വർഷത്തെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ ആ വർഷം തുടക്കം റിലീസായ അനിയൻ ബാവ ചേട്ടൻ ബാവ, രാജസേനൻ ജയറാം ഹിറ്റ് കൂട്ടുകെട്ട്. മേലെപ്പറമ്പിലാണ് വീടാണ് അവരുടെ ഏറ്റവും വലിയൊരു ഹിറ്റായിരുന്നത് ആ തുടക്കകാലത്തെ. അവരുടെ കടിഞ്ഞൂൽ കല്യാണം, അതുപോലെ തന്നെ അയലത്ത് അദ്ദേഹം, അത് കഴിഞ്ഞ് മേലെപ്പറമ്പിലാണ് വീട്, പിന്നെ CAD ഉണ്ണികൃഷ്ണൻ. CAD ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞിട്ട് ഇവര് ചെയ്ത സിനിമയാണ് അനിയൻ ബാവ ചേട്ടൻ ബാവ. റാഫി മക്കാട്ടിനാണ് എൻ്റെ എഴുത്ത്. നിങ്ങൾ പലർക്കും അറിയുന്നുണ്ട് ആ സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും കിടക്കുന്നില്ല. പക്ഷെ എങ്കിലും ആ ഒരു സിനിമ മേലെപ്പറമ്പിലാണ് വീടിനെക്കാട്ടും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു അതുവരെയുള്ള ജയറാമിന്റെ സിനിമകളുടെ ഏറ്റവും വലിയ കളക്ഷനാണ്. രാജസേനന്റെ സിനിമകളിലെ ഏറ്റവും വലിയ കളക്ഷനാണ് രാജസേനൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനിമ ശരിക്ക് ജയറാം തകർത്തടിയത്. നമുക്ക് ജയറാം അല്ലാതെ മറ്റൊരു നടനെയും അന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ആ ഒരു പ്രായമൊക്കെ അനുസരിച്ചിട്ട് ജയറാം തന്നെയായിരുന്നു. ആ 95 എന്ന് പറയുന്ന ഒരു വർഷത്തെ എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് 5 സിനിമകളിൽ ഒരു സിനിമ തന്നെയായിരുന്നു അനിയൻ ബാവ ചേട്ടൻ ബാവ. പിന്നെ ഒരു സിനിമ കുസൃതി കാറ്റ്. അത് സുരേഷ് വിനു എന്ന ഡയറക്ടർ ആ കാലത്ത് ജയറാമിനെ വെച്ചിട്ട് കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒന്നുമല്ല കുസൃതി കാറ്റ്, പക്ഷെ നല്ല രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അത് പല്ലാശ്ശേരി, ജയ പല്ലാശ്ശേരിയാണ് അത് എഴുതിയത്. മാണി സി കാപ്പനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മാണി സി കാപ്പൻ അതിലൊരു വേഷവും ചെയ്തിട്ടുണ്ട്. കനകയാണ് അതിന്റെ നായികയായിട്ട്. അതിൽ നിങ്ങൾ പലരും സിനിമ കണ്ടിട്ടുണ്ടോ? ജയറാമും കനകയും ഭാര്യയും ഭർത്താവും, ഒരു യങ് കപ്പിൾ, വളരെ കൂളായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവുമാണ്. അവർ കോളേജ് അധ്യാപകരാണ് അവർ രണ്ടുപേരും. എന്നിട്ട് ചെറിയൊരു തെറ്റിദ്ധാരണ ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്നതും അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു കൊച്ചു ലൈറ്റ് സിനിമയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജഗതി ശ്രീകുമാറിന്റെ ക്യാരക്ടറാണ്. ജഗതി ശ്രീകുമാർ അതിൽ കോളേജിൽ ഗസ്റ്റായിട്ട് മൺചിത്രത്താഴിലെ മോഹൻലാലിന്റെ ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരുന്നതും, പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്, VD രാജപ്പനുണ്ട്, ഒടിലുണ്ണികൃഷ്ണൻ ഉണ്ട്. നല്ല രസമുള്ള സിനിമയാണ്. ഈ അവസാനമൊക്കെ നമ്മൾ ഉച്ചക്കുരി മൂക്കുത്തിക്കായിരുന്നു ആ ഒരു പണ്ട് ഒരു തുടക്കം കുറിച്ചത്. ഇങ്ങനെ അവസാനമാകുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് ഒരു ഓട്ടം, ചെറിയൊരു ഫൈറ്റ്, കൺഫ്യൂഷൻസ്, അതൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നീടും കുറെ സിനിമകൾ 90s നമ്മളത് കണ്ടിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഓർമ്മ വന്നു. ഈ സിനിമ തന്നെ തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷെ TV-യിൽ വന്നിട്ട് ഞാൻ ഒരുപാട് അന്ന് കാസ്റ്റ് എടുത്തിട്ടാണ് സിനിമ കണ്ടിട്ടുള്ളത്. പിന്നീട് TV-യിൽ എപ്പോൾ വന്നാലും ആ ഒരു സിനിമ പണ്ട് കാണാറുണ്ടായിരുന്നു. പിന്നെ ഒരു സിനിമ മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത. ആ ഒരു സിനിമയും ഇതുപോലെ തന്നെ സുരേഷ് വിനു ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. മാണി സി കാപ്പൻ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗിരീഷ് വൈക്കം, മാണി സി കാപ്പന് ഗിരീഷ് വൈക്കം കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പലരും എഴുതിയ സിനിമയാണ്. നല്ല രസമുള്ള സിനിമയായിരുന്നു. ഈ പറഞ്ഞ ആൾമാറട്ട കഥ, അത് വാണി വിശ്വനാഥാണ് നായികയായിട്ടുള്ളത്. നരേന്ദ്രപ്രസാദ് ഉണ്ട്, ജഗതി ശ്രീകുമാർ ഉണ്ട്, വലിയ സ്റ്റാർ കാസ്റ്റ് ആണ് അതില്. ആ ഒരു സിനിമയില് പലർക്കും കഥ അറിയുന്നുണ്ടാവും. അതില് വാണി വിശ്വനാഥും ജയറാമും കല്യാണം കഴിച്ച് വീട്ടിൽ പറയാണ്ടാണ് വാണി വിശ്വനാഥ് കല്യാണം കഴിക്കുന്നത്. പിന്നീട് സ്വന്തം തറവാട്ടില് വരുന്നതും ജയറാം അപ്പുറത്ത് അയൽക്കാരനായിട്ടോ. എനിക്കോട് പിന്നീട് ജയറാമിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, അതൊക്കെ ഏകദേശം ഇതിന്റെ ഒരു പാറ്റേൺ ആണ്. മൈലാഞ്ചി മൊഞ്ചുള്ള വീട് അന്ന് ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞിരുന്നു മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്തയുടെ ഒക്കെ ഒരു പാറ്റേണിലുള്ള ഒരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം നല്ല രസമുള്ള സിനിമയായിരുന്നു. ഞാൻ ആ സിനിമ TV-യിൽ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. ആ സിനിമ ഹിറ്റാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ അടുത്ത് ഗിരീഷ് വൈക്കം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു ആ സിനിമ ഒന്ന് നഷ്ടം വന്നു. കാരണം അതൊന്ന് ഇറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ ഹർത്താലോ തിയേറ്റർ സമരം എന്തോ വന്ന് ഷോ കളിച്ചില്ല എന്നോ ഞാൻ മറന്നുപോയി. കുറച്ച് കാലം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ ഗിരീഷ് വൈക്കം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ സിനിമ അന്ന് അങ്ങനെ വലിയ ലാഭം കിട്ടിയില്ല, നഷ്ടം തന്നെയാണെന്ന് തോന്നുന്നത്. പക്ഷെ നല്ലൊരു സിനിമയാണത്. നിങ്ങൾ കാണാത്തൊരു കാണണം. ഒരുവിധം നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ടുള്ള പ്രത്യേകിച്ച് 90s കിഡ്സ് ഒക്കെ ആ സിനിമ എന്തായാലും TV-യിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഉള്ള ഒരു സിനിമ ആദിത്യ കൺമണി. വീണ്ടും രാജസേനൻ ജയറാം ഹിറ്റ് കൂട്ടുകെട്ട്. റാഫി മക്കാട്ടിൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഈ പറഞ്ഞ ആൾമാറട്ടക്കഥകൾ ജയറാമ പൂണ്ട് വിളയാടിയിട്ടുള്ളത്. ബിജു മേനോൻ നല്ലൊരു റോളാണ് അതിൽ. ഈക്വൽ ഇമ്പോർട്ടൻസ് റോളാണ് ബിജു മേന്റെ. ഒരു തുടക്കക്കാരനാണ് ശരിക്കും ബിജു മേനൊക്കെ. അന്ന് ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ഒക്കെ സിനിമയാണ് അതിൽ KP ലളിത, മണിമുള്ള രാജു, ജയതി ശ്രീകുമാർ, ഒരുപാട് പേരുണ്ട്. നല്ലൊരു ഗംഭീര സിനിമ തന്നെയായിരുന്നു. ആദിത്യ കൺമണി തിയേറ്ററിലും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. പിന്നെ ജോർജ് ഗിത്തു എന്ന ഡയറക്ടറുടെ ആധാരം സിനിമയൊക്കെ ചെയ്ത ജോർജ് ഗിത്തു, അദ്ദേഹത്തിനുള്ള സിനിമയാണ് ശ്രീരാഗം. ശ്രീരാഗം അന്നങ്ങനെ വലിയ വിജയമൊന്നല്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണോ ഇറങ്ങിയതെന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. അത് തൃശ്ശൂർ ബിന്ദു തിയേറ്ററിലാണ് ഇറങ്ങിയത്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ അത് കാസറ്റാണ് ആ സിനിമ കണ്ടിരിക്കുന്നത്. അതിൽ ബിന്ദു ജമേനോനാണ് നായികയായിട്ടുള്ളത്. പിന്നെ സുധീഷ് ഉണ്ട്, ഗീതയുണ്ട്, നെടുമുടി വേണു, സുകുമാരി, വലിയ സ്റ്റാർ കാസ്റ്റ് ആണ് അത്. പക്ഷെ ആ സിനിമ ഒരു സീരിയസ് മൂഡിലുള്ള സിനിമ. എനിക്ക് തോന്നുന്നു ഇതുപോലെ ജയറാം അന്ന്
ഒരു കൊലപാതകമോ ജയിലിൽ പോകണതോ അങ്ങനെ എന്തോ ഒരു കഥയാണ് ഞാൻ കുറേ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതിൽ പാട്ടുകൾ തരക്കേടില്ലാത്ത കുറച്ച് പാട്ടുകൾ ആ സിനിമയിലുള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ചിത്രഗീതത്തിലൊക്കെ അതിലെ പാട്ടുകൾ കാണിച്ചിരുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ മിന്നാമിനിങ്ങിന് മിന്നുകെട്ട്, തുളസിദാസ്, രാജസേനൻ പോലെ തന്നെ ജയറാമിന് കുറെ കോമഡി സിനിമകൾ, അത്യാവശ്യം ഹിറ്റ് സിനിമകൾ കൊടുത്തിട്ടുള്ള ഡയറക്ടറാണ് തുളസിദാസ്. മിന്നാമിനിങ്ങിന് മിന്നുകെട്ട് ജയറാം, ശോഭന, തിലകൻ, ജഗദീഷ്, നല്ല രസകരമായിട്ടുള്ള സിനിമയാണ്. അത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള സിനിമയാണ്. തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ് ആ ഒരു സിനിമ ഞാൻ കണ്ടിട്ടുള്ളത്. അത് 1995 മെയ്യിലാണ് ആ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അതായത് ആ ഒരു വിഷു സീസൺ കഴിഞ്ഞിട്ട് ആ ഒരു മെയ് സീസണിലാണ് ഇറങ്ങിയത്. അത് കുറച്ചു കാലം തിയേറ്ററിൽ അത്യാവശ്യം നന്നായിട്ട് ഓടിയ ഒരു സിനിമയാണ്. എനിക്കുള്ള ആദ്യത്തെ കൺമണിയും അനിയമ്പാവ് ചട്ടമ്പാവ് പോലെ വലിയൊരു സൂപ്പർ ഹിറ്റ് അല്ല, അതുപോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ വൃദ്ധന്മാരെ സൂക്ഷിക്കുക, സുനിൽ, മാനത്തെ കൊട്ടാരവും ഗാന്ധാരിയൊക്കെ ചെയ്തിട്ടുള്ള സുനിലിന്റെ സിനിമ. അത് ശരിക്കും കുറെ വൃദ്ധന്മാരും പിന്നെ ദിലീപും ഹരിശ്രീ അശോകനും ഖുഷ്ബു ഒക്കെയാണ് ആ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രം. ജയറാം നമുക്കറിയാം അതിലൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം, ത്രൂ ഔട്ട് റോൾ അല്ല. ഒരു ജയറാമ കുറച്ചൊരു ആക്ഷൻ മൂഡൊക്കെ ഉള്ള ഒരു സിനിമ, ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ അത് ജയറാമിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ഹരിശ്രീ അശോകനും അതുപോലെ തന്നെ ദിലീപിനൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുള്ളത്. പിന്നെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ, അത് 95 ആ ഒരു ക്രിസ്മസ് സീസണിൽ ഇറങ്ങിയത്. ആദ്യത്തെ കൺമണി അല്ലെങ്കിൽ അനിയമ്പാവ ചേട്ടമ്പാവയൊക്കെ എഴുതിയ ജയറാമിന് ഹിറ്റുകൾ കൊടുത്ത റൈറ്റേഴ്സ് ഇൻഡിപെൻഡന്റ് ആയ സിനിമ, ഇൻഡിപെൻഡന്റ് ആയിട്ട് സംവിധായകരായ സിനിമ പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അതും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. നമ്മൾ ആ കഥയെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സുരേഷ് ബാബുവിന്റെ ഒരു സിനിമ. ആ സിനിമയിലെ ഒരു ചെറിയൊരു ഒരു സോങ് സീക്വൻസിൽ എന്താണ് ജയറാം വന്നിരിക്കുന്നത്. ഞാൻ ആ ലിസ്റ്റ് നോക്കിയപ്പോൾ അതിലൊരു സോങ് അപ്പിയറൻസ് ആണ് ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ആ സിനിമ, അതിൽ ബാബു ആന്റണിനെ ഓർമ്മയുണ്ട്, ഗണേശനെയൊക്കെ ഓർമ്മയിട്ടുണ്ട് ആ സിനിമയിൽ. പക്ഷെ എനിക്ക് ജയറാമിന്റെ ആ ഒരു സീൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഇത്രയും സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് 95 ഇറങ്ങിയത്. അതിൽ ഏറ്റവും വലിയൊരു വിജയം അനിയമ്പാവ ചേട്ടമ്പാവ തന്നെയാണ്. പിന്നെ ആദ്യത്തെ കൺമണി ഹിറ്റാണ്, പുതുക്കോട്ടയിലെ പുതുമണവാളൻ ഹിറ്റാണ്, മിന്നാമിനിങ്ങിന് മിന്നും കെറ്റും ഹിറ്റാണ്. എനിക്ക് മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്തയും കുസൃതി കാറ്റും ഒക്കെയാണ് അങ്ങനെ സൂപ്പർ ഹിറ്റ് ആവാതെ പോയത്. പിന്നെ ശ്രീരാഗും. എങ്കിൽ പോലും ഒരു വർഷം 3-4 ഹിറ്റുകൾ കിട്ടുക എന്ന് പറയുന്നത് ഇന്ന് ഒരു നടന് ഒക്കെ അത് അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഒരു വർഷം 5-6 സിനിമകൾ അഭിനയിക്കുക, അതിൽ ഭൂരിഭാഗം സിനിമകൾ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജയറാമിന്റെ ഒരു സ്റ്റാർഡം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ്. അതിൽ അനിയമ്പാവ ചേട്ടമ്പാവ എനിക്കത് തൃശ്ശൂര് രാമദാസ് തിയേറ്ററിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ മിന്നാമിനിങ്ങിനും മിന്നും കെട്ടും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അനിയമ്പാവ ചേട്ടമ്പാവ ഒന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല. മിന്നാമിനിങ്ങിനും മിന്നും കെട്ടും കണ്ടിട്ടുണ്ട്, സ്വപ്ന തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പുതുക്കോട്ടയിലെ പുതുമണവാളൻ രാഗം തിയേറ്ററിലാണ് കണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ആദ്യത്തെ കൺമണി തൃശ്ശൂർ ജോസ് തിയേറ്ററിലാണ് കണ്ടിട്ടുള്ളത്. ഇത്ര സിനിമകളാണ് തിയേറ്ററിൽ കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലാ സിനിമകളും കാസ്റ്റഡിലാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളും എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടാവും. അന്ന് തിയേറ്ററിൽ പോയി കണ്ടവർ അന്നത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം.